ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മീഥൈൽ ഓറഞ്ച് പഠിച്ചു. സൾഫാനിലിക് ആസിഡും ഡയസറ്റൈസേഷൻ ഓഫ് സൾഫാനിലിക് ആസിഡാണ്. കോൺകോ റെഡ് ഈസ് ദ ടെട്രസൈഡ് ബെൻസിഡീൻ വിത്ത് നാഫ്തയോണിക് ആസിഡ്. നൗ വി മൂവ് ഓൺ ടു വിറ്റ് ഇസ് എ ട്രൈമീഥൈൽ ഡൈ വിച്ച് ഈസ് എക്സാമ്പിൾ മാലക്കൈഡ് ഗ്രീൻ. മാലക്കൈഡ് ഗ്രീനിൻ്റെ റിയാക്റ്റൻസ് വന്നിട്ട് ബെൻസാൽഡിഹൈഡ് ആൻഡ് ഡൈമീഥൈൽ അനിലിൻ. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിജൻ മാറിയിട്ട് ഈ CH ഈ രണ്ട് ബെൻസീൻ്റെ ഇവിടുത്തെ രണ്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് മാലക്കൈഡ് ഗ്രീൻ. ഇതൊരു ലൂക്കോ ബേസ് ആണ്, കളർലെസ് കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ലെഡ്, ദാറ്റ് ഈസ് PbO2. അപ്പോൾ നമുക്ക് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അല്ല ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് കാർബിനോൾ ബേസ്. എന്നിട്ട് നമ്മളതിനെ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂനോയിഡ് ഫോം കിട്ടും. നോർമലി ട്രൈഫീനൽ മീഥൈൻ ഡൈ എന്ന് പറഞ്ഞാൽ 3 ഫീനൽ റിങ് കാണും. അതിലൊരു റിങ് ക്യൂനോയിഡ് ഫോം ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചതിൻ്റെ എക്സ്പ്ലനേഷനിൽ. A central carbon is bonded to 3 aromatic ring, one of which is in the cunoid form. അതിൽ NR2 വരുന്നതാണ് നമ്മുടെ ഓക്സോക്രോം. NR2 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഈ NCH3 ട്വൈസ് ഉണ്ടല്ലോ, അതായിരിക്കും ഓക്സോക്രോം. പിന്നെ പറഞ്ഞത് നമുക്ക് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലൂക്കോ ബേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൂക്കോ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിന് നമ്മൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ലെഡ് ഓക്സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാർബിനോൾ ബേസ് കിട്ടും, അല്ലെങ്കിൽ നോർമലി ഒരു ബേസ് കിട്ടും. ഇത് നമ്മളതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർഡ് ക്യൂനോയിഡ് ഫോമിൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് വിച്ച് ഈസ് മാലക്കൈഡ് ഗ്രീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോൾ റിയാക്ഷൻ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ക്യൂനോയിഡ് ഫോമാണ്. ഇത് നമ്മുടെ ബെൻസാൽഡിഹൈഡിലുള്ള ആ ഒരു ഫീനൽ റിങ്ങും, പിന്നെ ഇത് ഡൈഫീനൽ മീഥൈനും, പിന്നെ ഇവിടെ ഇതൊരു ക്യൂനോയിഡ് ഫോം വന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അവിടുത്തെ ഹൈഡ്രജൻ മാറി. മാലക്കൈഡ് ഗ്രീൻ ക്യൂനോയിഡ് ഫോമിലാണ്. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ഡീപ്പ് ഗ്രീൻ ബ്ലൂ കളറാണ്. മാലക്കൈഡ് ഗ്രീൻ എന്ന് പറയുമ്പോഴേ ഗ്രീൻ കളറാണെന്ന് ഓർക്കുക. പിന്നെ ഡയറക്റ്റ് ഡൈ ഫോർ വൂൾ ആൻഡ് സിൽക്ക്. മിക്കവാറും എല്ലാ ഡൈസും ഡയറക്റ്റ് ഡൈ ഫോർ വൂൾ ആൻഡ് സിൽക്കാണ്. ഇറ്റ് ഡൈസ് കോട്ടൺ ആഫ്റ്റർ മോർഡൻറ്റിങ് വിത്ത് ടാനിൻ കോട്ടൺ മോഡേൺ ഡൈ. അടുത്ത് പിന്നെ അതിൻ്റെ ഒരു 3 യൂസസ് പറയുന്നുണ്ട്. ഫംഗി ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സിൻ്റെ ഹോസ്റ്റ് ടിഷ്യൂസ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം ഇറ്റ് സ്റ്റെയിൻസ് ഹോസ്റ്റ് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് ബൈ ഫംഗി. സ്പോട്ട് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യും ഫോർ ഡിറ്റക്റ്റിംഗ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സിറിയം, സ്പോട്ട് ടെസ്റ്റ് റീഏജൻ്റ് ആയിട്ട്. ആൻറ്റിസെപ്റ്റിക് ഫോർ ബാക്ടീരിയൽ ആൻഡ് മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ്. സോ പ്ലാന്റ്സിന് അപ്പോൾ വേറൊരു യൂസ് നമുക്ക് പറയാം. കോട്ടൺ ഡൈയിൽ നമ്മൾ ടാനിനുമായിട്ട് മോർഡൻറ്റിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ സ്പോട്ട് ടെസ്റ്റ് റീഏജൻറ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സിറിയം. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ മൈക്കോട്ടിക് ഇൻഫെക്ഷൻസും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ആൻറ്റിസെപ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യും. പിന്നെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫംഗായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാന്റിലെ ഹോസ്റ്റ് ടിഷ്യൂസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് മാലക്കൈഡ് ഗ്രീൻ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് നോക്കാം.